ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ പ്രഭാത ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം 18-ാം വാക്യം. വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവർ ഉണ്ട്, ജ്ഞാനികളുടെ നാവോ സുഖപ്രദം. മകൻ വലിയ മുൻകോപിയാണ്, ചെറിയ പ്രകോപനം പോലും സഹിക്കാത്തയാൾ. ദേഷ്യം വന്നാൽ പിന്നെ ഇന്നതേ പറയൂ എന്ന് ഒരു നിശ്ചയവുമില്ല. വാളിനേക്കാൾ മൂർച്ചയുള്ള വാക്കുകൾ ആരെയും മുറിപ്പെടുത്തും. പലവിധ ഉപദേശങ്ങൾ അച്ഛൻ നൽകിയിട്ടും മകൻ്റെ കോപത്തിന് ഒരു കുറവും വന്നില്ല. ഒടുവിൽ അച്ഛൻ ഒരു വഴി കണ്ടുപിടിച്ചു. ഒരു സഞ്ചി നിറയെ ആണി കൊടുത്തിട്ട് അച്ഛൻ പറഞ്ഞു, ഓരോ തവണ നിനക്ക് ദേഷ്യം തോന്നുമ്പോഴും ആ കാണുന്ന മതിലിൽ ഓരോ ആണി അടിച്ചിറക്കണം. അങ്ങനെ നിനക്ക് ദേഷ്യത്തെ കുറേശ്ശെ നിയന്ത്രണത്തിലാക്കാൻ കഴിയും. മകനും ഈ ഏർപ്പാട് തരക്കേടില്ല എന്ന് തോന്നി. ദേഷ്യപ്പെടുമ്പോൾ കിട്ടുന്ന ഒരുതരം തൃപ്തി ആണി അടിച്ചിറക്കുമ്പോഴും കിട്ടുന്നുണ്ട്. ആദ്യത്തെ ദിവസം മതിലിൽ അടിച്ചിറക്കിയത് 37 ആണികൾ. ഓരോ ദിവസം കഴിയും തോറും ആണികളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി. പതിയെ തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ അവൻ പഠിച്ചു. ദേഷ്യം തീർക്കാൻ മതിലിൽ ആണി അടിച്ചിറക്കുന്നതിലും എളുപ്പം ദേഷ്യം സ്വയം നിയന്ത്രിക്കുന്നതാണെന്ന് അവൻ കണ്ടെത്തി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തനിക്ക് ആത്മനിയന്ത്രണം സാധ്യമായി എന്ന് മനസ്സിലായപ്പോൾ മകൻ അച്ഛനോട് കാര്യം പറഞ്ഞു. മതിലിൽ അടിച്ചിറക്കിയ ആണി പറിച്ചെടുക്കാനായിരുന്നു അച്ഛൻ്റെ നിർദ്ദേശം. ദേഷ്യം സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന ഓരോ ദിവസവും ഓരോ ആണി വീതം പറിച്ചെടുക്കുക. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ മതിലിൽ തറച്ച മുഴുവൻ ആണികളും പറിച്ചെടുത്തു കഴിഞ്ഞു. വിവരം അച്ഛനോട് പറഞ്ഞു. മിടുക്കൻ, ഒടുക്കം നിൻ്റെ പ്രശ്നം നീ തന്നെ പരിഹരിച്ചിരിക്കുന്നു. മകനെ മതിലിനരികിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് അച്ഛൻ തുടർന്നു, മോനെ, നീ ഇവിടെ നിന്ന് നോക്കിക്കേ, നീ കണ്ടില്ലേ നിറയെ ആണിപ്പഴുതുകൾ. ഇതൊരിക്കലും ആ പഴയ മതിൽ പോലെ ആകില്ല. ദേഷ്യപ്പെട്ട് നീ ഓരോന്ന് പറയുമ്പോൾ ഇതുപോലൊരു മുറിവ് ഓരോ തവണയും അത് കേൾക്കുന്നവരുടെ ഉള്ളിലുണ്ടാകും. എന്നോട് ക്ഷമിക്കണമെന്ന് നിനക്ക് പറയാം, പക്ഷേ അവർ ക്ഷമിക്കുകയും ചെയ്യും. പക്ഷേ ആ പോറൽ മുറിവ് ബാക്കിയാവും. വാക്കുകൊണ്ട് ഏൽപ്പിക്കുന്ന മുറിവിന് യഥാർത്ഥത്തിൽ മുറിയുന്നതിനേക്കാൾ വേദനയേറും. ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന വിഷമയമായ വാക്കുകൾ പുറത്തേക്ക് വന്നുകൂടാ. വാക്കുകൾ വളരെ കരുതലോടുകൂടെ വേണം ഉപയോഗിക്കാൻ. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ അജ്ഞത മൂലമോ ഞങ്ങളുടെ മുൻകോപം മൂലമോ മറ്റുള്ളവരെ ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് ഞങ്ങൾ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രസം വരുത്തിയതുമാക്കി തീർക്കുവാൻ കർത്താവെ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. കോപം വരുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളെ തന്നെ നിയന്ത്രിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും ഞങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ.